നിങ്ങൾക്ക് പി സി ഒ ഡി ഉണ്ടെങ്കിൽ അതിലൊരു 80% ആളുകളിലും ഫാറ്റി ലിവർ ഉണ്ടായിരിക്കും. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഈ പി സി ഒ ഡി ഉള്ളവരിൽ മിക്ക ആളുകളിലും ഫാറ്റി ലിവർ കാണുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള വില്ലൻ എന്ന് പറയുമ്പോൾ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ കൂടുതലായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഇൻസുലിനെ ശരീരത്തിലെ കോശങ്ങൾക്ക് റിസീവ് ചെയ്യാൻ കഴിയാതെ വരികയും ശരീരത്തിൽ ബ്ലഡ് ഷുഗറിന്റെ അളവ് വീണ്ടും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ വർദ്ധിക്കുന്നതിനനുസരിച്ച് വീണ്ടും കൂടുതൽ എമൗണ്ടിൽ ഇൻസുലിൻ വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത്തരം കണ്ടീഷനുകളിൽ, അതായത് ഫാറ്റി ലിവറിന്റെ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ ഇൻസുലിന്റെ അളവ് നിലനിൽക്കുകയും അതിന്റെ ഫലമായിട്ട് കൂടുതൽ ബ്ലഡ് ഷുഗർ ലെവലും ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ അമിതമായിട്ടുള്ള രക്തത്തിലുള്ള ഷുഗറിനെ കൊഴുപ്പാക്കിയിട്ട് ലിവറിൽ സംഭരിച്ചു വെക്കുന്നു. ഇത് ആണ് ഫാറ്റി ലിവർ ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ അപ്രതീക്ഷിതമായി ഫാറ്റി ലിവർ എന്നുകൂടി കാണാനുള്ള ഒരു പ്രധാന കാരണം. ഇനി പി സി ഒ എസിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ് അവിടെയും വില്ലൻ. ഇൻസുലിൻ്റെ അളവ് കൂടുന്നു, അതിനനുസരിച്ച് വീണ്ടും ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടുന്നു. ഈ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതലായിട്ടുള്ള ഹോർമോൺ അസന്തുലിതാവസ്ഥ കാരണമാവുകയും ഫീമെയിൽ ബോഡിയിൽ മെയിൽ ഹോർമോണിൻ്റെ അളവ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനും കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മെയിൽ ഹോർമോൺ കൂടുമ്പോൾ ഈ പറയുന്ന പി സി ഒ എസിൻ്റെ എല്ലാ സിംറ്റംസും കൂടി വരുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു വ്യക്തിയിൽ ഒരേ സമയം പി സി ഒ എസും അതേസമയം ഫാറ്റി ലിവറും കാണുന്നത്.